നമസ്കാരം. സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തന്നിരിക്കുന്നതിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? തന്നിരിക്കുന്നതിൽ ഒന്നും തന്നെ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങളല്ല. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, രക്തരൂക്ഷിത ഞായറാഴ്ച, ബോക്സർ കലാപം. ഇവയിൽ രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവം. രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവം. പെൻഗംഗ, തുംഗഭദ്ര, ദാമോദർ, തിസ്ത. ഇന്ത്യയിലെ ചില നദികളാണിവ. ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏത്? ഒന്നാണ് പെൻഗംഗ. ഗോദാവരിയുടെ പോഷക നദി ഏതാണ്? പെൻഗംഗ. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 1947 കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നതെവിടെ? തൃശൂർ. തൃശൂരിലാണ് 1947 കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത്. മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? കോണ്ടൂർ രേഖകൾ. തന്നിരിക്കുന്ന അടയാളം കോണ്ടൂർ രേഖകളെയാണ്, ഭൂപടങ്ങളിലെ കോണ്ടൂർ രേഖകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ചില ദേശീയപാതകൾ തന്നിട്ടുണ്ട്. ഇവയിൽ നാഷണൽ വാട്ടർ ലൈൻ 1 ഏത്? അലഹബാദ് ഹാൽദിയ. അലഹബാദ് ഹാൽദിയാണ് ദേശീയ ജലപാത 1. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ് മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിൽ ഏതാണ്? UN രക്ഷാസമിതി. 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകമാണ് UN രക്ഷാസമിതി. അടുത്ത ക്വസ്റ്റ്യനും ക്യാൻസൽഡ് ആണ്. സിയാൽ, ഹിഡാൽകോ, കൊച്ചി മെട്രോ, ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ്. ഊർജ സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപിതം വ്യത്യസ്തമാണ്. ഏത്? ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ്. ഊർജ സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിൽ ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ആണ് തന്നിരിക്കുന്നതിൽ വ്യത്യസ്തത പുലർത്തുന്നത്. പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ്? പുന്നപ്ര വയലാർ സമരം. പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏത്? കരിമ്പ്. കരിമ്പാണ് റാബി വിളയിൽ ഉൾപ്പെടാത്തത്. ഗോതമ്പ്, പുകയില, കടുക് എന്നിവ റാബി വിളയിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു. തെറ്റായ ജോഡി ഏത്? കർണാടകം നീലഗിരി ആണ് തെറ്റായിട്ടുള്ള ജോഡി. ശരിയായിട്ടുള്ള ജോഡികൾ നോക്കാം. ഒഡീഷ സുന്ദർഗഡ്. ഒഡീഷയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലയാണ് സുന്ദർഗഡ്. തമിഴ്നാട് സേലം. തമിഴ്നാട്ടിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലയാണ് സേലത്തുള്ളതാണ്. ജാർഖണ്ഡ് സിംഗ്ഭം. ജാർഖണ്ഡിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലയാണ് സിംഗ്ഭം. ചുവടെ തന്നിട്ടുള്ളവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? പെട്രോളിയം. പെട്രോളിയം ആണ് തന്നിരിക്കുന്നതിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത്. സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം എല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നു. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? ഓപ്ഷൻ ഡി 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളവ.
1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ സി ആണ്. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തതാണ് വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്നുള്ള പ്രസ്താവന. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകളാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആര്? നിർമ്മല സീതാരാമൻ. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ഒന്നാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒന്നാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത്? സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥാ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി 2020 ആരംഭിച്ച പ്രദേശം? മൺട്രോ തുരുത്ത്, കൊല്ലം. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥാ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി ആരംഭിച്ച പ്രദേശമാണ് മൺട്രോ തുരുത്ത്, കൊല്ലം. ധർമ്മടം നിയമസഭാ മണ്ഡലം ഏതു ജില്ലയിലാണ്? കണ്ണൂർ. ധർമ്മടം നിയമസഭാ മണ്ഡലം കണ്ണൂർ ജില്ലയിലാണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണർക്ക്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണർക്കാണ്. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. ഏത് ചാനലിലാണ്? വിക്ടേഴ്സ് ചാനലിൽ. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത്? വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായി. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായിട്ടാണ്. UNOയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ റിപ്പോർട്ട് 6ാമത് റിപ്പോർട്ടായിരുന്നു. UNOയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ റിപ്പോർട്ട് 6ാമത് റിപ്പോർട്ടായിരുന്നു. 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയമായിരുന്നു ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക. 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയമായിരുന്നു ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലെ പുറ്റടിയിലാണ്. കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്ക് ഇടുക്കിയിലെ പുറ്റടിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏത്? സ്പുട്നിക്. COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിനാണ് സ്പുട്നിക്.
ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏതു ധാതുവിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? അയോഡിൻ. ഗോയിറ്റർ എന്ന രോഗാവസ്ഥ അയോഡിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? 120/80 mmHg ആണ്. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് 120/80. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ജീവകം സി റൈബോഫ്ലാവിൻ. ജീവകം സി റൈബോഫ്ലാവിൻ എന്നുള്ളതാണ് ശരിയല്ലാത്ത ജോഡി. ജീവകം എ റെറ്റിനോൾ, ജീവകം B1 തയാമിൻ, ജീവകം ഇ ടോക്കോഫെറോൾ. ഇവയെല്ലാം ജീവകങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ജീവകം എയുടെ കുറവ് മൂലം റെറ്റിനോൾ ഉണ്ടാകുന്നു. ജീവകം B1ന്റെ കുറവ് മൂലം തയാമിൻ ഉണ്ടാകുന്നു. ജീവകം ഇയുടെ കുറവ് മൂലം ടോക്കോഫെറോൾ ഉണ്ടാകുന്നു. ജീവകം സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്, കണ എന്നറിയപ്പെടുന്ന റിക്കറ്റ്സ്. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി? ഹൃദ്യം. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഹൃദ്യം. ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല? തൃശൂർ. ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ലയാണ് തൃശൂർ. താഴെ പറയുന്നവയിൽ അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ? തന്നിരിക്കുന്ന 3 എണ്ണവും അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഏതൊക്കെയാണ്? ഗോയിറ്റർ, ക്രെറ്റിനിസം, ഹൈപ്പോതൈറോയിഡിസം. ഗോയിറ്റർ, ക്രെറ്റിനിസം, ഹൈപ്പോതൈറോയിഡിസം. ഇത് 3ഉമാണ് അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. TPRന്റെ പൂർണ്ണ രൂപം? ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. TPRന്റെ പൂർണ്ണ രൂപമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. 1 kg മാസ്സുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. 1 കിലോഗ്രാം വാട്ട് എത്ര ന്യൂട്ടൺ ആണ്? 9.8 ന്യൂട്ടൺ. 1 കിലോഗ്രാം വാട്ട് 9.8 ന്യൂട്ടൺ ആണ്. 1 kg മാസ്സുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. 1 kg വാട്ട് എത്ര ന്യൂട്ടൺ ആണ്? 9.8 ന്യൂട്ടൺ. മഴവില്ല് ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. മഴവില്ല് ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം ഏതു ബലമാണ്? കൊഹിഷൻ ബലം. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം കൊഹിഷൻ ബലമാണ്. ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിത. മുത്തയ്യ വനിതയാണ് ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ. തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആര്? റോജർ പെൻറോസ്. തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞനാണ് റോജർ പെൻറോസ്. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം ഏത്? ബി ആണ്. Al2O3 2H2O. Al2O3 2H2O ആണ് അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? കാൽസ്യം ഓക്സൈഡ്. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരമായി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കാൽസ്യം ഓക്സൈഡ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ഡി ബ്ലോക്ക്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ്? ഇമ്മാനുവൽ ഷാർപെന്റിയർ, ജെന്നിഫർ എ ഡൗഡ്ന.
2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കളാണ് ഇമ്മാനുവൽ ഷാർപെന്റിയർ, ജെന്നിഫർ എ ഡൗഡ്ന. ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനാണ് 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ഈ സാങ്കേതികവിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ക്രിസ്പർ-കാസ്9. എന്താണ് ക്രിസ്പർ-കാസ്9? ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനാണ് ക്രിസ്പർ-കാസ്9 എന്ന് പേര് നൽകിയിരിക്കുന്നത്. 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ഇതിന് ലഭിച്ചു. ഈ നോബൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ്? ഇമ്മാനുവൽ ഷാർപെന്റിയറും ജെന്നിഫർ എ ഡൗഡ്നയും. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? KM പണിക്കർ. KM പണിക്കറാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ്. സാരേ ജഹാം സേ അച്ഛ എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാൻ സേ അച്ഛ എന്ന പ്രശസ്ത ഗാനം രചിച്ചത്. ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏതു ദിവസമാണ്? ജൂലൈ 5. ജൂലൈ 5-നാണ് ബഷീർ ദിനമായി ആചരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ ഏകദേശം 50 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ എത്ര എണ്ണത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്